മൈലാഞ്ചി മുഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹബീബ് മാഷെ, റഹ്നത്ത, ഫാദർ സേവേറിയോസ്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ചിൽ അതർ ലാംഗ്വേജ് ഒപ്പനയുമായി എത്തുന്നു ടീം മർജാൻ.
ടീം മർജാൻ, ഇറ്റ് വാസ് ആൻ ഓസം പെർഫോമൻസ്. ഫാദർ, നമ്മുടെ ടീം മർജാന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പെർഫോമൻസ് അല്ലായിരുന്നു. നമ്മളൊരു പഞ്ചാബിൽ പോയൊരു ഫീലൊക്കെ ഇല്ലായിരുന്നു അല്ലേ? ഞാനേ മറന്നു പോകുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഈ അറ്റത്ത് നിൽക്കുന്ന മോള് പേരെന്താ? സോഫിയ. സോഫിയ. സോഫിയ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ വന്ന് കളിക്കുമ്പോൾ ആ പാട്ടിലങ്ങ് ഭയങ്കര വരികളോടൊക്കെ അങ്ങ് ഇഴുകിച്ചേരിയെന്ന് പറയുന്ന പോലെ, ഞാനിവിടെ നിന്ന് രേനാത്തയോട് പറഞ്ഞേ, ഈ ബോയ്സ് ഒക്കെ കളിക്കുമ്പോൾ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ കൊടുക്കാറുണ്ട്, അതുപോലെ നന്നായിരുന്നു വളരെ. എനിക്ക് അദ്ദേഹം മാത്രമല്ല എല്ലാവരും, പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പെട്ടെന്ന് നോട്ടീസ് ചെയ്ത ആളെയാണ്. മണവാട്ടി ആയാലും എല്ലാവരും നല്ല എന്താണ് ഇളകി കളിച്ചു. പിന്നെ ഈ സ്റ്റേജ് ഫുൾ അവർ ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, നന്നായിട്ട് അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്തു, നല്ല ഭംഗിയായിട്ട്. പ്രത്യേകിച്ച് ഈ മുമ്പിൽ നിന്ന് കളിച്ച രണ്ടുപേരും എന്താണ് തകർപ്പൻ പെർഫോമൻസ്. അപ്പോൾ എനിക്ക് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയിൽ സന്തോഷമാണ്. പിന്നെ പാട്ടുകാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, പാട്ടുകാർ അങ്ങനെ എന്നാ പറയുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു? പ്രശ്നങ്ങളുണ്ടായിരുന്നു പാടിയതിൽ. ഉണ്ടായിരുന്നോ? അത് അവർക്ക് തന്നെ അറിയാം, അവർ വലിയ പാട്ടുകാരല്ലേ. കാരണം എനിക്ക് മെയിൽ പോർഷനാണല്ലോ, മെയിൽ പാട്ടാണ്, മെയിൽ വോയിസ് ആണത്. അപ്പോൾ ഫീമെയിൽ അത് പാടുമ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ എനിക്ക് വെച്ചാൽ തുടക്കത്തിൽ ഇല്ലേ ശ്രദ്ധിച്ചോ അത്, അതൊരു എനിക്ക് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനൊന്ന് നോട്ടീസ് ചെയ്തത്. പക്ഷേ ആ ഓർക്കസ്ട്ര സമ്പൂർണ്ണമായിട്ട് നമുക്കിങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നിന്നു. അതുകൊണ്ട് തന്നെ വലിയ പരിക്കുകളൊന്നും സാരമായിട്ട് മനസ്സിലാക്കാതെ, എന്നാൽ തട്ടുമുട്ടുമൊക്കെ കൂടി പോയി. ഭംഗിയായിരുന്നു. നല്ല ഒരു എന്താ പറയുക, നമുക്കൊരു, എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ആസ്വദിച്ചു. അപ്പം എല്ലാ ആശംസകളും. എനർജി താഴോട്ട് പോകാതെ മുന്നോട്ട് തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു. രഹ്നത, എനിക്ക് ടീം മർജാൻ ഇഷ്ടപ്പെട്ടു. നമ്മൾ പെണ്ണ് കാണാനൊക്കെ ചോദിക്കില്ല, പെണ്ണി ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നവരെ എനിക്കിഷ്ടമായി കേട്ടോ. ഇഷ്ടമായി. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താ പറയുക, ചായയും എന്തെങ്കിലും കൊണ്ടല്ലേ പെണ്ണ് കാണാൻ വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ പാട്ടായിട്ടും ഭംഗിയായിരുന്നു, നിങ്ങളുടെ കളിയായിട്ടും മൊത്തത്തിൽ എനിക്ക് ഒരു പ്രപ്പോസലാണ് വെക്കാം അല്ലേ, അങ്ങനെയായി. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പിന്നെ എന്താ വെച്ചാൽ പഞ്ചാബി സോങ് ഫുള്ള് നമ്മൾ മെയിൽ പാടിയിട്ടല്ലേ കേട്ടിട്ടുള്ളൂ അല്ലേ. പക്ഷെ അത് നിങ്ങളത് സൂക്ഷിച്ചോട്ടോ. ആ എനർജിയൊക്കെ കൊടുത്ത് പാടാൻ നന്നായിട്ട് തന്നെ ആ ഓർക്കസ്ട്രയ്ക്കൊപ്പം തന്നെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മോളുടെ ഒരു ടോൺ ഇന്നത്തെ ഒരു ദിവസം ഞാൻ പറയാം, കുറച്ച് കയറി കിടക്കുന്നുണ്ടായിരുന്നു ആ വോക്കൽ. നമ്മൾ പറയില്ലേ ചില ദിവസം, അപ്പം നമുക്ക് തോന്നും അത് ശ്രുതിയിലാണോ അല്ലേ ഇങ്ങനെയുള്ള. പക്ഷേ ഇന്ന് ശ്രുതിയിൽ നിന്ന് പുറത്ത് പോയിട്ടൊന്നും ഉണ്ടാവില്ല. അത് നമ്മളൊരു ചില ടോൺ ഇങ്ങനെ കയറി കിടക്കും എന്ന് പറയും, അങ്ങനെ ഹൈ ആയിട്ട് ഇങ്ങനെ കയറി കിടക്കുമെന്ന് പറയും. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആണ് ഇന്നത്തെ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നമ്മളൊരു പഞ്ചാബി സോങ് ഫീമെയിൽ ആക്കി എടുക്കുമ്പം നല്ല എനർജി കൊടുത്ത് തന്നെ നമ്മൾ ഏകദേശം ഒത്തു പിടിക്കണ്ടേ അല്ലേ, അത് പിടിച്ചിട്ടുണ്ട്. നിങ്ങളടുത്തു നിന്നാണല്ലോ ഇങ്ങോട്ട് പോവുക, അത് ഇവരും അതന്നെ ചേർന്ന് ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. മണവാട്ടി ആ ചീരിയൊക്കെ ഒരു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ, എനിക്കിഷ്ടമായി. പിന്നെ ഡ്രസ്സും റെഡല്ലേ അല്ലേ അൻസിബ, റെഡ് റോസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറല്ലേ? അതെ. പിന്നെ ബാക്കിയൊക്കെ അച്ഛൻ ഇവിടെ പറഞ്ഞു. ഇനി ഇതേ എത്രത്തോളം ക്ലാപ്സ് ഉണ്ടാവും അത് നിങ്ങൾ സൂക്ഷിക്കണം. ദേ ഞാൻ മാസ്റ്ററെ അടുത്തേക്ക് അങ്ങ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹബീബ് മാഷേ, ഇതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് ഒപ്പന, അതിൻ്റെ വെറൈറ്റി സ്റ്റൈലുകളാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അതർ ലാംഗ്വേജ് ആണെങ്കിലും ഏതാണെങ്കിലും. അപ്പോൾ ഒപ്പനയിൽ മെയിനായിട്ട് ക്ലാപ്പിൻ്റെ എലമെൻറ്റ് വളരെ കമ്മിയായിരുന്നു. അതും കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ സൂപ്പർ എന്ന് പറയും ഞാൻ. സുരഭിയും ഉമ്മുക്കുൽസാണ് ഇതിൻ്റെ മെയിൻ, അതുപോലെ മണവാട്ടിയും. ഈ രണ്ട് കുട്ടികളാണ് ഇതിൻ്റെ മൊത്തം എനർജി അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഒരു ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുഗെദർ ഒരുപോലെ ആയിരിക്കണം, എല്ലാവരും ഒരേപോലെയുള്ള പെർഫോമൻസിനാണ്. ടീം എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം. ഒന്നോ രണ്ടോ കുട്ടികൾ ഭയങ്കര വെടിക്കെട്ടും ബാക്കിയുള്ളവർ ഡള്ളായി കഴിഞ്ഞാൽ അതിനെ മൊത്തം ബാധിക്കും. കുറേ നല്ല സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ക്ലാപ്പും കൂടെ അതിനൊപ്പം കൊണ്ടുവരായിരുന്നു. ഒപ്പന എന്നുള്ള ആ ഒരു ഇമ്പാക്റ്റ് ഒരിക്കലും മറന്നു പോവാതെയായിരുന്നു കൊറിയോഗ്രാഫി ചെയ്യേണ്ടിയിരുന്നത്. അവിടെ ചെറിയ തകരാറ് പറ്റിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ രണ്ട് കുട്ടികൾ 3 ആളാണ് ഇതിൻ്റെ മെയിനായിട്ട്. അവർ നല്ല ഫേസ് എക്സ്പ്രഷനൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. മുന്നിൽ നിങ്ങൾ ഭയങ്കര തന്ത്രപൂർവ്വം ഇത് കൊണ്ടുപോയിട്ടുണ്ട്. നന്നായി ചെയ്യുന്ന കുട്ടികളുടെ മുന്നിൽ ബാക്കിയുള്ളവരെ പിന്നിലേക്ക് ഇങ്ങനെ തള്ളി വിടുന്നൊരു രീതിയിലാണ് നിങ്ങളിത് കൊണ്ടുവന്നത്. എന്തായാലും വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അത്ര തന്നെ എനിക്കങ്ങ് സുഖം തോന്നിയില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.
അപ്പോൾ കമൻസ് ഒക്കെ കേട്ടു, കുഴപ്പമില്ലായിരുന്നു. ജഡ്ജസ് പറയുന്നതാണല്ലോ നമുക്ക് ഇവിടെ നമ്മുടെ ഗ്രേഡും മാർക്കും ഒക്കെ ജഡ്ജസിൻ്റെ തീരുമാനം അനുസരിച്ചായിരിക്കും. ബട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഗ്രേഡ് ചോദിക്കാം. ഹബീബ് മാഷേ, എ ഗ്രേഡ്. എ ഗ്രേഡ്. റഹ്നത്ത, കുമ്പുവിന്റെ നേതൃത്വത്തിലുള്ള മർജാന് A+ തരും. A+. ഫാദർ, ഞാൻ ഇവരെ കുറിച്ച് മുഴുവൻ പോസിറ്റീവാ പറഞ്ഞേ അല്ലേ? അപ്പോൾ നമ്മൾ പോസിറ്റീവ് വിചാരിക്കും. അപ്പം എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? A+. A+ ഒന്ന് നോക്ക്. A+ again. ഞങ്ങൾക്ക് 10ൽ എത്ര മാർക്ക് തരും ടീം മർജാൻ? റഹ്നത്ത 6.5 അങ്ങോട്ട് കൊടുത്താലോ? 6.5. 6.5 ഔട്ട് ഓഫ് 10. കുഴപ്പമില്ല, നല്ല മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളെ മൈലാഞ്ചി മുഞ്ചിലുള്ള നമ്മുടെ മണവാട്ടി നല്ല സുന്ദരിയായിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ, നല്ല ഹാപ്പിയാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടും ഗ്രേഡും മാർക്കും ഒക്കെ വാങ്ങിക്കുക, നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ചിൽ കോമഡി ഒപ്പനയുമായി എത്തുന്നു ടീം ഗസൽ. നല്ലൊരു കറുത്ത കാക്ക പുള്ളി, ആ വെളുത്ത പെണ്ണിന്റെ മുഖത്ത് നല്ലൊരു കറുത്ത കാക്ക പുള്ളി, ചിരിക്കന്തോറും നുണക്കുഴികളിൽ ഒളിഞ്ഞു കാണിക്കുന്നഴക്, ചിരിക്കന്തോറും നുണക്കുഴികളിൽ ഒളിഞ്ഞു കാണിക്കുന്നഴക്, കടലുണ്ടിക്കാരനൊരു കാക്ക, കടലക്ക വിത്തിരുന്ന കാക്ക, കടലുണ്ടിക്കാരനൊരു കാക്ക, കടലക്ക വിത്തിരുന്ന കാക്ക, പ്രേമിച്ചു കനൂത്തിനായ
ഗസൽ ഞാൻ എന്തായി കാണുന്നത്? നമ്മൾ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ ഈ കൺവെൻഷനൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയൊക്കെ പരത്തി ഇങ്ങനെ വരും. അതുപോലെ കുറേ കുഞ്ഞു മക്കൾ വന്ന് ഒരു കോമഡി ഒപ്പന കളിച്ച പോലെ എനിക്ക് തോന്നി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ലിപ്സ്റ്റിക് ഒക്കെ പല്ലിലാക്കിയല്ലോ, കരുതി കൂട്ടി ആക്കിയതാണോ? അല്ല, കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ പല്ലിലിടയ്ക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ആക്കി പോയാൽ നല്ലതായിരിക്കും. ബാക്കിയുള്ളവർക്കും കാണുമ്പോൾ ഒന്ന് ചിരിക്കാമല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഇരുന്ന് കുറേ നന്നായിട്ട് ചിരിച്ചു. കുറേ പേരൊക്കെ ചിരിക്കുന്നതും ഞാൻ കണ്ടു. ഇനി നമ്മുടെ ജഡ്ജസ് ചിരിച്ചോ എന്നറിയണ്ടേ? ചോദിക്കട്ടെ, ഹബീബ് മാഷേ, നമ്മുടെ ഗസലിൻ്റെ ഈ കോമഡി ഒപ്പന കണ്ടിട്ട് മാഷ് ചിരിച്ചോ? തീർച്ചയായിട്ടും ചിരിച്ചിട്ടുണ്ട്. ഒരു കറക്റ്റ് ഹ്യൂമർ സെൻസ് ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പല്ലിലൊക്കെ കൂടി ഒരുമാതിരിയൊക്കെ കറയൊക്കെ പിടിപ്പിച്ചു. ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ടിങ് സൂപ്പറായിരുന്നു. ആ തലയിലെ പേനൊക്കെ നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. ഒരു പെണ്ണുങ്ങൾ കൂടി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഭവം അത് കൃത്യമായിട്ട് ഫസ്റ്റിൽ തന്നെ വർക്കൗട്ട് ചെയ്തു സൂപ്പറായിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും, പിന്നെ ഞൊണ്ടിയുള്ള ചെറിയ സ്റ്റെപ്പ്, കടലക്ക വിറ്റ് നടക്കും കാക്ക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന ആ സ്റ്റെപ്പ് സൂപ്പറായിരുന്നു. അതുപോലെ മണവാട്ടി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ലെവൽ, തെറിച്ച് വീഴുമ്പോൾ ഉണ്ടാവുന്ന എഫക്റ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ചെയ്തത് എന്താണോ അത് കൃത്യമായിട്ട് നമ്മളിലേക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതാണ് സക്സസ്. നിങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ടോട്ടൽ സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. ടീം ഗസൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മണവാട്ടി ആ കറുത്തത് വരച്ച ആ പീപ്പിയും കൂടി ഊതിയപ്പം കറക്റ്റായി. രസമായിരിക്കും ഇവിടുന്ന് കഴിഞ്ഞോട്ട് പോകുമ്പോ കേട്ടോ എല്ലാവരും. അതെ, തമാശ പറഞ്ഞ. പിന്നെ ഈ കറുത്ത മഷിയും ഈ മുല്ലപ്പൂവൊക്കെ എവിടെ ഒളിപ്പിച്ച് ചേരുന്നേ? അവർ ലാസ്റ്റ് കൊണ്ട് എന്തൊക്കെയാണ് ആ കുട്ടീനെ കാണിച്ചതല്ലേ? എവിടെ ഇരുന്നു അത്? കളിക്കുന്നതിൻ്റെ ഇടയിലൊന്നും കണ്ടില്ല, ലാസ്റ്റ് അല്ലേ അല്ലേ അവരത് എടുത്തത്. അതൊരു ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അതിശയമാണ് തോന്നി കേട്ടോ. പെട്ടെന്ന് ആ ടൈമിങ്ങിൽ അതങ്ങ് എടുത്ത് നമ്മളാരും പ്രതീക്ഷിക്കണില്ലല്ലോ ആ എൻഡിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ കിട്ടുന്ന എല്ലാ സ്ഥലത്തും എന്തെല്ലാം കോമഡി ചെയ്യാവോ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മള് പെൺകുട്ടികളല്ലേ, അങ്ങനെ ഒരു കാര്യമില്ല അൻസിബ. കോമഡി അത് അല്ലേ ഫലിപ്പിക്കാൻ കുറച്ച് പാട് തന്നെ. അത് പെൺകുട്ടികളെ എനിക്ക് തോന്നുന്നു അല്ലേ, എല്ലാവരുടെ കോമഡി എടുത്ത് നോക്കിയ ഭയങ്കര ഉഷാറായിട്ട് അതെ 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 എനിക്ക് നല്ല ഉഷാറായിട്ടുണ്ട്. നമ്മൾ പെൺകുട്ടികൾ അങ്ങനത്തെ ആ ഒരു കാര്യം അച്ഛൻ എന്നെ നോക്കണു, നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ആ അപ്പൂപ്പന്റെ ഫോട്ടോ ഒക്കെ ഇഷ്ടായി. അത് നമ്മളവിടെ പ്രതീക്ഷിക്കണില്ലല്ലോ. ഫോട്ടോ ഇങ്ങനെ എങ്ങനെയായിരിക്കും ആ കാക്കാന്നൊക്കെ നോക്കിയപ്പോ നല്ല നന്നായി ചേർന്നുണ്ട് കേട്ടോ രണ്ടുപേരും. ഞാനൊരു തമാശ പറഞ്ഞതാ, എനിക്ക് ഇഷ്ടമായി. പിന്നെ പാട്ടുകാരി നമ്മളെ 3 കുട്ടികൾ. അൻസി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഒരു കുഞ്ഞു പിള്ള എനിക്ക് ആ പാട്ട് തുടങ്ങിയപ്പോഴെന്നെ അങ്ങനെ കാന്നൊക്കെ പറഞ്ഞ ഇവര് രണ്ടുപേരും കൂടി. മറ്റേ ആളൊന്ന് ഒരു കുറച്ചും കൂടി ഒരു ഗംഭീര വോയിസ് ആണ്. കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? വോക്കല്ലേ? അതെനിക്ക് ആ സംഗതികളുടെ എടുപ്പിലൊക്കെ എനിക്ക് ചില സ്ഥലത്തൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരാണ് അതിനനുസരിച്ച് മോൾക്കും ഒപ്പം പാടി കൊടുക്കുമ്പോൾ നല്ല കുഞ്ഞു പിള്ളേർ. അൻസിബ പറഞ്ഞത് കറക്റ്റായിരുന്നു. അങ്ങനെ വന്ന് കുറച്ച് കുഞ്ഞു പിള്ളേർ വന്ന് ചെയ്തിട്ട് പോയി എന്ന് പറഞ്ഞില്ലേ അൻസിബ? അത് കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ മാഷ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു ഫാദർ. ഞാൻ ഇവിടെ ഇരുന്നിപ്പം ഈ മണവാട്ടിയെ നോക്കുമ്പോഴേ യക്ഷി ബ്ലഡ് ജ്യൂസ് കുടിച്ച പോലെയുണ്ട്. 2 കൊമ്പ്, കറുത്ത കൊമ്പാന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു പോർഷൻ എവിടെയാണെന്നറിയാമോ? എനിക്കൊന്ന് ആ അറ്റത്ത് നിന്ന മവളാന്ന് തോന്നുന്നു. ഈ ചെല്ലുമ്പം ചെല്ലട്ടെ ചെല്ലുമ്പം ചെല്ലട്ടെ എന്ന് പറഞ്ഞ് 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാലിങ്ങനെ അല്ലേ, അതിങ്ങനെ ചെല്ലുമ്പം ചെല്ലട്ടെ ചെല്ലുമ്പം ചെല്ലട്ടെ ആ താളത്തേര്. ഒരിക്കലും ആ വൈകല്യമുള്ളവരെ കുറച്ച് പറയുന്നതല്ല കേട്ടോ. ഞാൻ അത് കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു താളമാണത്. ചെല്ലുമ്പം ചെല്ലട്ടെ ചെല്ലുമ്പം ചെല്ലട്ടെ. അത് 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആ മുഖത്തെ ആ ഭാവവും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ പാട്ടിൽ എനിക്കൊന്ന് ആദ്യം അവർ 2 പേരും തമ്മിൽ ഒരു കോറസുകാർ തമ്മിൽ പാടുമ്പോൾ, ലീഡല്ലാതെ പാടുമ്പോൾ ഒരു ഇച്ചിരി വേരിയേഷൻ പോലെ എനിക്ക് തോന്നി. പക്ഷേ 3 പേരോട് പാടുമ്പോൾ നല്ല പവർഫുൾ വോയിസാണ്. അപ്പോൾ നല്ല പാട്ടുകാർ, നല്ല കളിക്കാർ. അപ്പോൾ ഇതങ്ങോട്ട് മുന്നോട്ട് പോട്ടെ ഉഷാറായിട്ട്, ഒട്ടും എനർജി കുറയാതെ കത്തിക്കയറട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സന്തോഷായില്ലേ? കരിയും ലിപ്സ്റ്റിക്കും ഒക്കെ വരച്ച് തേച്ച് വന്നിട്ട്. ആ കൊള്ളാലോ. ഇങ്ങനെ കരി വാരി തേച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല കമൻസ് കിട്ടുമെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നമുക്ക് ഗ്രേഡ് ചോദിക്കാം. ഹബീബ് മാഷേ A+. A+. റഹ്നത്ത A+. A+ again. ഫാദർ A+. A+. ചാടി കളിക്കണം തോന്നുന്നുണ്ടോ? അവിടെ ആരാണ്ടൊക്കെ ഇങ്ങനെ ആശ്ചര്യപൂർവ്വം മണവാട്ടിയാന്ന് തോന്നുന്നു. മൈക്ക് മണവാട്ടിയുടെ കയ്യിലായിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ? പ്രതീക്ഷിച്ചില്ലായിരുന്നു മണവാട്ടി? സന്തോഷമായി. ആനന്ദ കണ്ണുനീരുണ്ടോ? നോക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ഓവറോൾ പെർഫോമൻസിന് എത്രയാണ് മാർക്ക് എന്ന് ചോദിക്കാം. 7.5. 10.5 out of 10. എന്തൊക്കെയോ പറയണ്ട. അയ്യോ ഇങ്ങനെ കലപില രണ്ട് സൈഡിൽ നിന്ന് കേൾക്കും. എന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നുന്നുണ്ടോ സന്തോഷം കൊണ്ട്? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ആദ്യം ടീമിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻ്റാണ്. പക്ഷേ ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് പ്രോഗ്രാമിനൊന്നും പോകാറില്ല. അപ്പോൾ ഇവർക്ക് പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ, ഒരു കുട്ടിക്ക് പെട്ടെന്ന് പങ്കെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഇങ്ങോട്ട് വരുന്ന തലേ ദിവസമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ വരുമോ എന്ന് ചോദിച്ച് അങ്ങനെ അവിടെ നിന്ന് ലീവ് എടുത്ത് ഇന്നലെ വന്ന് ഗ്രൂമിങ്ങിൻ്റെ ഈ ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ കയ്യിൽ നിന്ന് അവർക്കൊന്ന് വീക്ക് ആവരുതെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അദ്ദേഹം സഹായിച്ചിട്ട് അതല്ലേ വന്നപ്പോൾ തന്നെ ഫുൾ A+ കിട്ടിയില്ലേ അവർക്ക്? അത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളുടെ രാശി എന്താ തുറപ്പ് ഗുലാൻ എന്ന് പറയുന്നത് ഗുലാൻമാരാണ്. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഒത്തിരി സന്തോഷം അങ്ങനെ കേൾക്കുമ്പോൾ അല്ലെ. ഒരു ഷോർട്ട് പീരീഡിൽ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ്. താങ്ക് യു സർ. അടുത്ത പ്രാവശ്യം ഇതിനെ കവച്ച് വെക്കുന്ന പെർഫോമൻസ് ആയിട്ട് നമ്മൾ വരൂലേ? വരും. ടീം ഗസലിന്റെ നല്ല ഒരു അടിപൊളി പെർഫോമൻസ് അടുത്ത പ്രാവശ്യം നമുക്ക് കാണാം. ഇന്നത്തെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മൊഞ്ചിൽ ഫ്യൂഷൻ ഒപ്പനയുമായി എത്തുന്നു ടീം കിസ്മത്ത്. കൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത കല്യാണ നാളിതിലായി. കിളികൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത കല്യാണ നാളിതിലായി. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചിന്ന് പെണ്ണാളെ. ഇതുവരെ പാടാത്ത പാട്ടൊന്ന് പാടുവാൻ ഞാനും കൊതിച്ചിന്ന് പെണ്ണാളെ. കിളികൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന ഇതമൊത്ത കല്യാണ നാളിതിലായി. മൈലാഞ്ചി കൈകൊട്ടി പാടിടാം ഇന്ന് മംഗല്യഗാനങ്ങൾ പാടിടാം. ശീലത്തമാരൻ വന്നെത്തുന്ന നേരം ശീലിൽ നമ്മൾ ഇന്ന് പാടിടാം. മധുരത്തിൻ തേൻകനി മോളെ മുഞ്ചില്ലൊരുങ്ങടി പെണ്ണെ കൊഞ്ചിക്കൂടേടേനെ. മുഞ്ചില്ലൊരുങ്ങടി പെണ്ണെ കൊഞ്ചിക്കൂടേടേനെ. കിളികൊത്ത കളിത്തോഴൻ കിനാവ് കണ്ടിരിക്കുന്ന
മാനത്തൊരു വന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മൈക്കണ്ണിൽ പൂത്തുവിടർന്നു തേൻ കിനാവ് മാണിക്യം പോലെ വിടർന്ന് പൊൻകിനാവ് മക്കത്തലി വാസെല്ലാം ഇട്ടെത്തിയ പൂമോളെ മധുരത്തേനൊത്തിരി നൽകാനെത്തും മാരനൊരുത്തൻ നാളെ മാനത്തൊരു വന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് പൂത്തുവിട ചുണ്ടിൽ ചിരിയുടെ ചെണ്ടും കവിളുകൾ രണ്ടിലുമുള്ള നുണക്കുഴിയും കണ്ടു കൊതിച്ചൊരു വണ്ടായി തൂമത് പുണ്ടരസിക്കാൻ അലകലയും ചുണ്ടിൽ ചിരിയുടെ ചെണ്ടും കവിളുകൾ രണ്ടിലുമുള്ള നുണക്കുഴിയും കണ്ടു കൊതിച്ചൊരു വണ്ടായി തൂമത് പുണ്ടരസിക്കാൻ അലകലയും കരളിന്റെ കഥകളെല്ലാം നീ തുറന്ന് വരവേൽക്ക് വരനെ നീ മെല്ലെ ചെന്ന് ഉലകത്തിൻ കാളിത്തോപ്പിൽ നീരുന്ന് പുതുലോകം ചമയ്ക്കുന്ന നാളും വന്ന് പതരേണ്ടടി താളത്താൽ കൊതി കൊണ്ടോ പുൽകുമ്പോൾ പുലരേണ്ടിരു കവിളത്തും പുതുമുത്തം നൽകുമ്പോൾ പ്രണയത്തിലെ സുന്ദര വഴികെ അന്തികൾ മൊത്ത് നീരുപകരണം മാനത്തൊരു വന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മൈക്കണ്ണിൽ പോത്ത് വിരിഞ്ഞു തേൻകിനാവ് മാണിക്യം പോലെ വിളങ്ങി പൊൻകിനാവ് മക്കത്തലി പാസെല്ലാം ഇട്ടെത്തിയ പൂമോളെ മധുരത്തേനൊത്തിരി നൽകാനെത്തും മാരനൊരുത്തൻ നാളെ മാനത്തൊരു വന്തൽ കെട്ടി നീലരാവ് മംഗല്യ പെണ്ണായെത്തി പൂനിലാവ് മൈക്കണ്ണിൽ പോത്ത് വിരിഞ്ഞു തേൻകിനാവ് മാണിക്യം പോലെ വിളങ്ങി പൊൻകിനാവ് കല്യാണ പുതുമാരനെടുത്ത് കള്ളത്തിക്ക് മനസ്സ് കൊടുത്ത് കൽക്കണ്ടക്കനീഷ്ക്ക് മുതിർത്ത് കല്യാണപ്പുതുമാരടുത്ത് കള്ളത്തിക്ക് മനസ്സ് കൊടുത്ത് കൽക്കണ്ടക്കനീഷ്ക്ക് കൊടുത്ത് കുറിമാനം പരക്കം നില ചേലിൽ അണിഞ്ഞിവൾ മാറിയും ഹലാൽ ഇറങ്ങിയ കനക കെട്ടി കസവും കാലിയാക്കി വട്ടു കിട്ടി ചെമ്പവിടം തികവത്തൊരു കൊണ്ട് ചെമ്പകമെന്ന് നിനച്ചൊരു ചുണ്ട് ചുണ്ടതിൽ തേൻകണം തേടിയിട്ടുണ്ട് ചെമ്പകം തികവത്തൊരു ചുണ്ട് ചെമ്പകമെന്ന് നിനച്ചൊരു വണ്ട് ചുണ്ടതിൽ തേൻകണം തേടിയിട്ടുണ്ട് പാദസ്വരത്തിന്റെ മാണി മുഴക്കം പാൽ പുഞ്ചിരിച്ചപ്പോൾ മാണിക്കിലുക്കം പാട്ടിൽ തലയുടെ തിളക്കം പാടാൻ കഴിയാത്ത ദീപം ഒരുക്കം കണ്ടാൽ മതം തള്ളും മാതൃപ്പക്കന്നേ കവിളത്തഴകിന്റെ മാറുകും മിന്നേ മഴവില്ലൊളി വിശും കമരണത്തിൽ മധുരക്രിയാവിന്റെ മിഴിയും മുട്ടി തനതന്ത തനതന്ത തനതാനിനോ തനതന്ത തനതന്ത തനതാനിനോ തനതന്ത തനതന്ത തനതാനിനോ തനതന്ത തനതന്ത തനതാനിനോ കിസ്മത്ത് ഒപ്പന തകർത്തല്ലോ. തകർത്തിട്ട് ഇങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് എല്ലാവരും അല്ലേ? എന്ത് പറ്റിയൊരു മൂകത എല്ലാവർക്കും? എന്ത് പറ്റി? വല്ല സങ്കടമുണ്ടോ? ഒരു സങ്കടവും ഇല്ല. ഇനി ഗ്രേഡും മാർക്കും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാവോ? അപ്പൊ അതിന് മുന്നേ നമുക്ക് കമന്റും കൂടെ കേട്ടിട്ട് സന്തോഷിക്കണോ എന്ന് തീരുമാനിക്കാം അല്ലേ? ഹബീബ് മാഷേ, കിസ്മത്തിൻ്റെ പെർഫോമൻസിൽ ഒട്ടും തൃപ്തനല്ല. ഇത്രയും നല്ലൊരു ഫ്ലോറ് കിട്ടുമ്പോൾ അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതിൽ സങ്കടമുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞ 1-2 പെർഫോമൻസും നിങ്ങൾ ആദ്യത്തെ 1-2 നിങ്ങളുടെ വെടിക്കെട്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് നമ്മൾ മനസ്സിൽ കയറി നിന്ന് ഗ്രാൻഡ് ഫിനാലയിൽ നിങ്ങളെ കാണുന്ന ഒരു ടീമായിട്ട് തന്നെ കണ്ടതായിരുന്നു. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബോയ്സ് ടീം ഇത് തന്നെയായിരിക്കും എന്ന് ഞാൻ മനസ്സിനകത്ത് കുറിച്ച് വെച്ചതായിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ തെറ്റി പോന്നു. പിന്നെ ഇതിനെ തൊട്ട മുന്നത്തും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു വിഷമം വന്നു. ഇപ്പം ഇനി ഇങ്ങനെയൊക്കെ കളിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡാണോ വന്നത്? ടീം വർക്കിൻ്റെ കുറവ് തന്നെയാണ്, വേറെ ഒന്നുമല്ല. ടീം വർക്കിൻ്റെ കുറവ് അത് തീർച്ചയായിട്ടും. അതിൽ ഖാദർ മാത്രമേ വൃത്തിയായിട്ട് ഒരു വിധം കളിച്ചിട്ടുള്ളൂ.
ബാക്കിയുള്ള ഒരുപാട് കുട്ടികൾ മൊത്തം കൺഫ്യൂഷൻ ഒന്ന് കഴിഞ്ഞിട്ട് എന്ത് പാട്ടാണെങ്കിൽ അവിടെ അങ്ങ് നിന്ന് പോയി വരി അങ്ങ് തെറ്റിച്ച് പാടി. പിന്നെ കളിയിൽ മൊത്തം ഒന്നും കളിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. ഭയങ്കര ഒരു വിഷമമുണ്ട്. എന്ന് വെച്ചാൽ മത്സരം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമുകളും നമ്മൾ വിചാരിച്ചതിലേറെ ഗെറ്റപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഒരുപാട് താഴേക്ക് പോയതിൽ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എനിക്കറിയാം വല്ലാത്തൊരു വിഷമത്തിൻ്റെ ഒരു നിമിഷത്തിലാണ് നിങ്ങളിപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്നാലും എന്നിൽ അർപ്പിച്ച കർത്തവ്യം കൃത്യമായിട്ട് പറയാതിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഒട്ടും സംതൃപ്തനല്ല ഞാൻ. ഓക്കെ, ഇനി ഇങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. താങ്ക് യു മാഷേ. രഹനത്ത? മാഷനെ ഒരുപാട് പറഞ്ഞു. എന്താണെന്നറിയോ, എല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാം എന്താ പ്രശ്നങ്ങൾ എന്നുള്ളത് അല്ലേ. ഒരുപാട് പേര് മാറുന്നു അല്ലേ, അതൊരു പ്രധാന ഘടകമല്ലേ അല്ലേ. അപ്പം അതുകൊണ്ട് പാട്ടിൻ്റെ ഭാഗം എനിക്ക് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ അല്ലാണ്ട് പാട്ടിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒന്നും പറയാനില്ല. 3 സിംഗേഴ്സ് തന്നെ. അപ്പം എന്താ പറയുക, അപ്പോൾ കണ്ടോ എല്ലാവരും ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് നിൽക്കണേ. നമ്മളും വിഷമത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ അല്ലേ ആ പ്രശ്നങ്ങളെല്ലാം. അപ്പം ഞാൻ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറയാനുള്ളൊരു വാക്കും നമുക്ക് പറയാനും ഇല്ല, കാരണം അത്രയ്ക്കും മത്സരമല്ലേ. ഓക്കെ, താങ്ക് യു രഹനത്ത. ഫാദർ? ഇവരുടെ മുഖം കണ്ടിട്ട് എനിക്ക് ഒന്നും പറയാനും തോന്നുന്നില്ല. പക്ഷെ പറയാതെ പോയാൽ അതൊരു കൃത്യവിലോപമാണ് എന്നുള്ളത് കൊണ്ട് ഈ മൈലാഞ്ചി മൊഞ്ച് നമ്മൾ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ ഒപ്പന, ഞാനൊക്കെ അങ്ങനെ ഒരു റിസർച്ച് ഫെലോ എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ ഒപ്പനയ്ക്ക് നമ്മൾ അടിച്ചു കൊടുത്താൽ കിട്ടിക്കൊണ്ടിരുന്നത് മുഴുവൻ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലെ വേദിയിൽ കളിക്കുന്ന ഒപ്പന ആരെങ്കിലും മൊബൈലിലെടുത്ത് അപ്ലോഡ് ചെയ്തതൊക്കെയാണ് മോസ്റ്റ് ഓഫ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം നമ്മൾ അടിച്ചു കൊടുത്താൽ മൈലാഞ്ചി മൊഞ്ചാണ് വരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഈ കാഴ്ചക്കാരുടെ ഇടയിലുണ്ട്. അത് വ്യക്തിപരമായിട്ട് എനിക്ക് പലരും എന്നോട് സംസാരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. ഇത്രയും നല്ലൊരു വേദി കിട്ടുമ്പോൾ മാക്സിമം നമ്മൾ അതിനോട് എന്താ പറയുക, ആ വേദിയോട് നീതി പുലർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നെടുത്ത് ഈ പാട്ട് സത്യത്തിൽ എൻ്റെ കൈ കെട്ടിയപ്പോൾ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പാട്ടുകാരോടുള്ള എൻ്റെ ഒരു സജഷനാണ്, ഭാവിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെയിൻ പാടുമ്പോൾ നമുക്ക് പറ്റുന്ന പാട്ടുകൾ, അതായത് ഒരാൾ തന്നെ തുടങ്ങാതെ, ഇപ്പോൾ ഈ ഓർക്കസ്ട്ര നമുക്ക് തന്ന സമയത്ത് റിതം പോകാതെ അല്ലെ താളം മറിഞ്ഞ് പോകാതെ തന്നെ ഒരു ക്ലാഷ് ഇല്ലാതെ പാടാമായിരുന്നു. അപ്പോൾ ആദ്യത്തേത് ഒരാൾ പാടി, രണ്ടാമത്തെ പോർഷൻ വരുമ്പോൾ വേറൊരാൾ പാടി, കോറസ് അക്കമ്പനി ചെയ്യുന്ന ഒരു ലെവലിലായിരുന്നുവെങ്കിൽ ഇതിലിപ്പോൾ നിങ്ങൾ ആര് തുടങ്ങും അല്ലെങ്കിൽ എവിടെ വിട്ടുപോയി എന്നൊക്കെയുള്ള, അത് റിപ്പീറ്റ് ചെയ്യുന്ന പോർഷനൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ക്ലാഷാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു വലിയ എന്താ പറയുന്നത്, ലോകത്ത് ഒരുപാട് ആളുകൾ, ഒപ്പന ഇഷ്ടമുള്ള മാപ്പിള കലകളെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങളും അമുസ്ലിമുകളുമായ ഒരുപാട് ആളുകൾ ഇത് കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് പറയുമ്പോൾ ഞങ്ങളത് പറയാതെ പോയാൽ തീർച്ചയായിട്ടും നമുക്കത് അതിന് റെസ്പോൺസ്, അതായത് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടും. നിങ്ങൾക്കത് ചെയ്യാമായിരുന്നു. എവിടെയൊക്കെയോ ചില പ്രശ്നങ്ങൾ വന്നു, നിങ്ങൾ തന്നെ പറഞ്ഞു കോർഡിനേഷൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത് കളികാരായാലും ഒരു എനർജി അവരിൽ ഒത്തിരി കുറഞ്ഞു നിൽക്കുക. കാരണം പൊതുവേ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു നന്നായി ഞാൻ തന്നെ ഒരു കുറേ കമൻറ്റ്, നമുക്ക് നടുക്ക് നിൽക്കുന്ന ആളിൻ്റെ ഒരു ഫ്രണ്ട് അച്ഛൻ്റെ ഒരു 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 റെസംബ്ലൻസ് ഉള്ളതുകൊണ്ട്, ചായ ഉള്ളതുകൊണ്ട് എനിക്ക് അവരോടൊരു സ്പെഷ്യൽ ഇഷ്ടമുണ്ട്. പക്ഷേ ആ ഇഷ്ടമൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല. മാർക്കിനകത്ത് അങ്ങനത്തെ ഇഷ്ടമൊന്നും നമുക്ക് മാഷുകാരുകളെ കാണിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഇത്രയും നല്ല വേദി കിട്ടുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു എഫേർട്ട് എടുക്കാമായിരുന്നു. പിന്നെ എൻ്റെ ഒരു നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റാണ്, കഴിവുള്ളിടത്തോളം ടീം ഇങ്ങനെ മാറാതിരിക്കുക. ഇപ്പോൾ പലരോടും നമ്മളിപ്പോൾ പലതും വരുമ്പോൾ അല്ലേ, അപരിചിതങ്ങളായ മുഖങ്ങൾ വരുന്നു, അല്ലെങ്കിൽ പാട്ടുകാരിൽ മാറുന്നു, കളിക്കാരിൽ മാറുന്നു. അപ്പോൾ ആ ഫുൾ ടീം കോർഡിനേഷനെ അത് ബാധിക്കും. അതാണ് ഈ പല ടീമുകളുടെയും പ്രശ്നം, എനിക്ക് തോന്നിയതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് ഒരുമിച്ച് നിന്ന് കൊണ്ടുവരാൻ. മറ്റ് സാഹചര്യങ്ങളെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് ഒരുമിച്ച് ഒന്ന് വന്ന് നല്ല പെർഫോമൻസുമായിട്ട് ഇനി വരാൻ സാധിക്കണം. ഓക്കെ, നമുക്ക് ഞാൻ ഈ ഒരു മൂഡ് ഒരു എന്താ ഒരു ഭയങ്കര മാറ്റാം. അതെ, അത് നമുക്കൊന്ന് കോട്സ് തരാമോ? മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ്, മംഗല്യ പെണ്ണായെത്തി പൂനിലാവ്, മൈകണ്ണിൽ പൂത്തുവിടങ്ങു തേൻകിനാവ്, മാണിക്യം പോലെ വിളങ്ങി പൊൻകിനാവ്, മട്ടത്തളി വാസെല്ലാം എട്ടെത്തിയ പൂമോളെ, മധുരത്തേനെത്തിരി നൽകാനെത്തും മാരനൊരുത്തൻ നാളെ. മാനത്തൊരു പന്തൽ കെട്ടി നീലരാവ്, മംഗല്യ
മംഗല്യ പെണ്ണായെത്തി പോനിലാവ് കണ്ണിൽ പൂത്തു വിടർന്നു തേനിലാവ് മാണിക്യം പോലെ വിളങ്ങി പൊൻകിനാവ് വിഴത്തികമൊത്തൊരു ചുണ്ട് ചുംബകമെന്നു നിലച്ചൊരു വണ്ട് ചുണ്ടത് തേങ്കനം തേടിയിട്ടുണ്ട് ചെമ്പകത്തിൽ ഒത്തൊരു ചുണ്ട് ചെമ്പകമെന്ന് നിനച്ചൊരു വണ്ട് ചുണ്ടതിൽ തേൻകണം തേടിയിട്ടുണ്ട് സ്വരത്തിലെ മണി മുഴക്കം പാതിൽ കലയുടെ തിളക്കം പാടാൻ കഴിയാത്ത ദീപൾക്കൊരുക്കം വിസറി നിറങ്ങിയ കനകക്കട്ടി വസന്താൽ മനം കൊള്ളും മാതൃപ്പക്കണ്ണി കവിള തഴകിന്റെ മാറുവും മിന്നി മഴവിൽ ഒളി വീശും കമരളത്തിൽ മധുര കിനാവുള്ള വീഴും കിട്ടി. ഓക്കെ ആയോ? ഓക്കെ. നല്ല പാട്ടുകാരാണ്. നമുക്ക് എവിടേക്കോ ചില ഒന്ന് മാറിപ്പോയെന്നേ ഉള്ളൂ. വിഷമിക്കണ്ട കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ തെറ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് അല്ല, അത് നമ്മളത് മനസ്സിലാക്കി നെക്സ്റ്റ് ടൈം എന്താ പറയുക പെർഫോം ചെയ്താൽ മതി. അല്ല, അതാണ് ശരിക്കും ഒരു പക്ക ആർട്ടിസ്റ്റ്. അങ്ങനെയാണ് എനിക്ക് തെറ്റുപറ്റി എന്ന് അല്ലെ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് സമ്മതിക്കാൻ മനസ്സുള്ളവരാണ് യഥാർത്ഥ ആർട്ടിസ്റ്റുകൾ. കീപ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പോൾ ഇനി നമുക്ക് ഗ്രേഡ് ചോദിക്കാം. ഹബീബ് മാഷ് ഗ്രേഡ് ബി. ബി. രഹ്നത്ത ബി ഗ്രേഡ്. അഗൈൻ ബി ഗ്രേഡ്. ഫാദർ ബി ഗ്രേഡ്. അഗെയിൻ ബി ഗ്രേഡ്. അപ്പോൾ 3 ജഡ്ജസും നമുക്ക് ബി ഗ്രേഡ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കുള്ള ഫോൾട്ട് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആളുകൾ മാറുന്നതൊക്കെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക അല്ലേ? ഓക്കെ, നമുക്ക് ഓവറോൾ പെർഫോമൻസിന് എത്രയാണ് മാർക്കെന്നും കൂടെ അറിയാം. രഹനത്ത, ഓവറോൾ പെർഫോമൻസിന് ഔട്ട് ഓഫ് 10 എത്രയാണ് മാർക്ക്? 5. കുറഞ്ഞ മാർക്കാണ്, കുറഞ്ഞ ഗ്രേഡാണ് ഒക്കെ അറിയാം. പക്ഷേ ആരും ഡിസപ്പോയിൻറ്റഡ് ആവരുത്. കാരണം പ്രോബ്ലംസ് ഏറ്റവും പ്രധാനമായിട്ടും ആളുകൾ മാറിയതും പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ തന്നെയാണ്. എല്ലാ രീതിയിലും ഇനി നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ പെർഫോമൻസ്. ഒപ്പനയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഒരു മാപ്പിളപ്പാട്ടായാലോ? വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ചിൽ മനോഹരമായ മാപ്പിളപ്പാട്ടുമായി എത്തുന്നു ടീം ജന്നത്തിൽ നിന്നും മേഘ്ന. പ്രേമിക്കാതെ പോകല്ലേ ഈ പ്രേമം വിട്ടുകളയില്ലേ
മത്സരമൊന്നു നടന്നില്ലേ തേൻകനി വച്ചു മുറിക്കാനായി മംഗതൻ കാത്തിടുത്തില്ലേ പൊന്നൊളി യൂസഫ് അടുത്ത് വരുമ്പോൾ കന്യകളും താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്കം കൈയും മുറിഞ്ഞില്ലേ അസമുല്ല മണം വീശും കാറ്റേ വന്ന് മിസറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലേഖ പൂബീവി പണ്ട് മുഹബത്തലല്ലേ ചിരി തൂകി അസമുല്ല മണം വീശും കാറ്റേ വന്ന് മിസറിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലേഖ പൂബീവി പണ്ട് മുഹബത്തലല്ലേ ചിരി തൂകി. വസന്തം വെഡിങ് കാസിൽ മൈലാഞ്ചി മുഞ്ചിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ധേരെ നാ